കാറിൽ പുള്ളിങ്ങനെ കൈ കുത്തി ഇങ്ങനെ നിൽക്കും. ഇത് മാറുന്നില്ല. നമ്മുടെ നാടകം കാണാൻ വന്നത് അവർ പാർട്ടി പരിപാടിയൊക്കെ ഞാൻ ചേട്ടൻ അവർക്ക് ചിലവൊക്കെ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ എല്ലാം കഴിച്ചിട്ട് വന്ന് നാടകം കാണായിരുന്നു. അപ്പോൾ പുള്ളി കൈ എല്ലാം ചെയ്യണം, ഒരു രക്ഷയില്ല, കയ്യിൽ പോകും. പുള്ളി വെക്കുന്നതും പിടിക്കുന്നതല്ല, ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൈ ഇങ്ങനെ നിന്ന കൈ എങ്ങനെ വെച്ചാലും അതിലേക്ക് പുള്ളി പറഞ്ഞു ഇത് കയ്യിൽ പോകുന്നില്ലല്ലോ. കാറിൽ ഞാൻ എന്റെ കറക്റ്റ് ഞാൻ പുള്ളിയെ കാണുന്നതാണ് കാറിൽ പോകുന്നില്ലോ എന്ന് പറഞ്ഞത്. ഓരോ ആക്ടേഴ്സും ക്യാരക്ടേഴ്സിനെ സമീപിക്കുന്ന രീതി അല്ലെങ്കിൽ ആക്ടിങ്ങിനെ സമീപിക്കുന്ന രീതി ഇപ്പൊ മെത്തേഡ് ആക്ടിംഗ് എന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ആക്ഷൻ എന്ന് പറയുമ്പോൾ അതൊന്നും ചിന്തിക്കും. ആക്ഷൻ മെത്തേഡാണോ ആക്ഷൻ ഇതാരായിരിക്കും നമ്മുടെ നാട്ടുപ്രദേശത്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടതിൽ ആരെ പോലെ ആയിരിക്കും അല്ലെ എങ്ങനെ ആയിരിക്കും, എനിക്ക് ഈ കഥാപാത്രം എന്ത് നടക്കും, എങ്ങനെ നോക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് അവിടുന്ന് എവിടെങ്കിലും ഒരു ഹുക്ക് വീഴുമെന്നുള്ളതാണ് സത്യം. ലോകത്ത് ഇന്നുവരെ ക്യാമറ കടിച്ച് ഒരു മനുഷ്യനും ചട്ടത്തിൽ അഭിനയിക്കുക 3 പേര് വീട്ടിൽ നാട്ടിൽ കിട്ടുക, അതുപോലെ കൂട്ടിയാൽ മതി. പണ്ട് നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ എത്ര വലിയ എത്ര സ്റ്റേറ്റ് അവാർഡോ എന്ത് പരിപാടി കിട്ടിയാലും ഫസ്റ്റ് ബെൽ അടിക്കുമ്പോൾ ഒരു ഉള്ളിൽ ഞാൻ രായപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ രായപ്പനാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള മത്സരമായിരുന്നു. അവര് പ്രമോദ് എന്ന വ്യക്തിന്റെ ആ പ്രമോദിനെ മാറ്റി അവരുടെ മനസ്സിലേക്ക് രായപ്പൻ എപ്പോ കയറുന്നു അപ്പൊ ഞാൻ വിജയിച്ചു. ഇതിന്റെ പൈസ പിന്നെ തന്നാ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള നിധിയും ഭൂതവും എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അതിന്റെ കാസ്റ്റ് ആണ് വിഷ്ണു ഗോവിന്ദൻ ആൻഡ് പ്രമോദ് ഒളിയനാണ്. വെൽക്കം. എന്താണ് വിശേഷം ചോദിച്ചാൽ എനിക്കറിയാം നിധിയും ഭൂതമാണ് ഇപ്പോഴത്തെ വിശേഷം. എന്താണ് വിശേഷം പറയും? മൂത്തോര് പറയട്ടെ. നിധിയും ഭൂതവും ഈ പറയുന്ന പോലെ നമ്മള് കോട്ടയത്തായിരുന്നു ഷൂട്ട്. നമ്മുടെ മനോരമ ആഴ്ചപ്പതിപ്പിൽ പണ്ട് ഒരു 2015 മുമ്പ് ഒരു 4-5 നോവലൊക്കെ എഴുതിയിട്ടുള്ള ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ജയപ്രകാശ് നമ്മൾ ജയേട്ടൻ എന്നൊക്കെ വിളിക്കുന്ന പുള്ളി എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പൊ ജയേട്ടൻ ആക്ച്വലി മനോരമയിൽ ഒരു 3-4 നോവൽ എഴുതിയിട്ടുണ്ട് അടുപ്പിച്ച്. പുള്ളിയുടെ എല്ലാ കഥകളും ഇങ്ങനെ ഒരു മിസ്റ്ററി കൈൻഡ് ഓഫ് പരിപാടികളാണ്. അപ്പം പുള്ളി ഒരു സക്സസ്ഫുൾ റൈറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് 4 നോവലൊക്കെ എഴുതാൻ പറ്റുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് എഴുതി. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി അത് നിർത്തി. പുള്ളി പിന്നെ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ പുള്ളിക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പുള്ളി അങ്ങനെ എഴുതി ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി പരീക്ഷിച്ച് വിജയിച്ച ഒരു ജോണറയാണ് ഇത്, ഈ കൺസെപ്റ്റ് ഓഫ് പരിപാടി. നമ്മൾ ഈ നിധി ഭൂതം എന്ന് പറയുന്ന ടൈറ്റിൽ മുതൽ ഉണ്ടാവുന്ന ഒരു ഇൻട്രീഗിങ് ഫാക്ടർ ഉണ്ട്. എന്താണ് ഈ നിധി? അത് കാക്കുന്ന ഭൂതമാണോ എന്താ? നമ്മൾ പണ്ടത്തെ അമർചിത്ര കഥയിലൊക്കെ നമ്മൾ അലാവുദ്ദീൻ അത്ഭുത വിളക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം പോലത്തെ ഒരു പരിപാടിനെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ എപ്പോഴും നിധി തേടി പോവുക എന്നൊക്കെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതെല്ലാം ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടികളാണ്. അത് നമുക്ക് കാണാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അപ്പം അങ്ങനെ ഒരു ചെറിയ കൺസെപ്റ്റ് എന്നാൽ അതിനെ ഒരു നീറ്റ്ലി കോർഡിനേറ്റ് ചെയ്ത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു പരിപാടിയാണ് നിധിയും ഭൂതവും. എൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പോലീസുകാരൻ, ഞാൻ ആദ്യമായിട്ടൊരു പോലീസ് പരിപാടി ചെയ്തു. അതെ. അത് ഇവര് ബാക്കിയുള്ള നമ്മുടെ ക്രൂവിലുള്ള ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ട്, അനീഷ്, അശ്വന്ത്, റാഫിയൊക്കെ ഉള്ള. അപ്പൊ അവരുമായിട്ട് അവരുടെ കൂടെ തന്നെ ഉള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു പരിപാടി ആണ് എൻ്റെ ക്യാരക്ടർ. നമസ്കാരം. അപ്പോൾ നല്ല പടമാണ് എന്നാണ് നമുക്കത് അതിനകത്ത് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ കൂടെ നിൽക്കുമ്പോൾ, അതായത് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ മനസ്സിലായി തരുന്ന രസമുള്ള ഹ്യൂമറൊക്കെ ഉള്ള അല്ലെങ്കിൽ ആളുകൾ ആസ്വാദ്യമാകുന്ന പ്രേക്ഷകനെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനകത്തൊരു റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഭയങ്കര സന്തോഷം. ഈ സിനിമ വല്ലാതെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2025 മികച്ച നടനുള്ള അമേച്ചർ നാടക മത്സരത്തിൽ അവാർഡ് പ്രഖ്യാപിക്കും ഞാൻ ഈ ലൊക്കേഷനിലേക്ക്. അന്ന് എനിക്ക് അവർ കേക്കൊക്കെ മുറിച്ച് വന്ന് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വലിയ അനുഭവം. അപ്പോൾ അത് അന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി അന്ന് ലാസ്റ്റിൻ്റെ ഷൂട്ട് തീരുന്നു, എൻ്റെ ഷൂട്ടിങ് തീരുന്നു. അന്ന് കേക്ക് മുറിച്ച് വിട്ടു. അത് വലിയ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചേട്ടനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഈ മനുഷ്യരൊക്കെ ഈ പാവം മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് ഇത് ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു വാക്കുണ്ടോ അത്ര പാവം നമ്മളോടൊക്കെ സമീപിക്കുന്ന പുള്ളിക്ക് വെപ്രാളം നമ്മളോട് അങ്ങനെ സംസാരിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ അങ്ങനത്തെ. അപ്പൊ അതുകൊണ്ട് എന്നാ പറയാ ആ മനുഷ്യനോട് നമുക്ക് അടുത്ത് പുള്ളി തന്നെ പ്രൊഡക്ഷനിലും അപ്പൊ എല്ലാ കാര്യങ്ങളും പുള്ളി സജീവ
പോകാൻ എനിക്ക് നമ്മളോട് പറഞ്ഞു തന്നെ അറിയാം, ഇതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് തന്നെ പറയണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഉള്ളത്. അപ്പൊ 1-2 സാധനമൊക്കെ നമ്മൾ കൊണ്ടുവരുമല്ലോ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അപ്പൊ അത് വേണമെങ്കിൽ ഇടും, വേണ്ട അതുകൊണ്ട് ഇത് അവിടെ ഇരിക്കട്ടെ, അതൊന്നും വേറെ പടത്തിലേക്ക് ഉപയോഗിക്കാതെ. അപ്പൊ ചില സാധനം കിട്ടുമ്പോൾ അതുകൊണ്ട് ആ സാധനമൊക്കെ ഇല്ലേ അത് ഗംഭീരമാണ്, കറക്റ്റാ, ആ നോട്ടം ഗംഭീരമാണ്, നല്ല അതൊക്കെ ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ തന്നെ പറയുന്ന. ഇപ്പൊ റൈറ്റർ എന്ന രീതിയിൽ പുള്ളി ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ എന്തെങ്കിലും ഒരു എസൻസ് കൂടെ ചേർത്ത് വെച്ച് നമ്മളെ ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര രസകരമായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ തന്നെ ആണെങ്കിലും ഈ ജെനുവിൻലി ഈ ആർട്ടിന്റെ അടുത്തുള്ള ക്രൈസ് കാരണമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായും ഇതിന്റെ അടുത്തുള്ള ഇതെങ്ങനെയാലും ഇതൊന്ന് പൊസീവ് ചെയ്യണം എന്നുള്ള ഒരു അടങ്ങാത്ത അഭിനിവേശത്തിന്റെ പുറത്ത് ഓടിയാണ് ഇവിടെ വന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഞാനൊക്കെ പേഴ്സണലി ഈ സ്റ്റാർസിനെ ആരാധിക്കുന്നതിനെക്കാട്ടിലും ഈ ക്യാരക്ടർ റോൾസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ ആരാധിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ഒരു ഫിലിമോഗ്രാഫി വരുന്നത് ആ ഒരു ടൈപ്പ്. നമുക്ക് എല്ലാ സിനിമകളുടെ എണ്ണം നോക്കുവാണെങ്കിലും ആവശ്യത്തിന് എണ്ണങ്ങളാണ് നോക്കുവാണെങ്കിൽ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സ് വളരെ പെക്യുലർ ആയിട്ടും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ആക്ടേഴ്സും ക്യാരക്ടേഴ്സിനെ സമീപിക്കുന്ന രീതി അല്ലെങ്കിൽ ആക്ടിങ്ങിനെ സമീപിക്കുന്ന രീതി, ഇപ്പൊ മെത്തഡ് ആക്ടിംഗ് എന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്ക് രണ്ടുപേരിൽ നിന്ന് ആക്ഷൻ എന്ന് പറയുമ്പോൾ അതൊന്നും ചിന്തിക്കുക, ആക്ഷൻ മെത്തേഡാണോ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് രണ്ടുപേരിൽ നിന്ന് കേൾക്കേണ്ട ഒരു ഉത്തരവാണ്, എങ്ങനെയാണ് ക്യാരക്ടറിനെ സമീപിക്കുക, എങ്ങനെയാണ് ക്യാരക്ടർ ആവുക? അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്കങ്ങനെ ഇതിപ്പോ വലിയ നടന്മാരൊക്കെ പറഞ്ഞിട്ട് ആക്ഷൻ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നത് അത് തന്നെ എനിക്കും പറയാനില്ല. നമ്മളിത് ഞാനൊരു കഥാപാത്രത്തിന് വേണ്ടി പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ആകണമെന്ന് വിചാരിച്ചോ അങ്ങനെ ഒന്നും നിലവിലുണ്ടായിട്ടില്ല. നമ്മൾ പിന്നെ ഒരു കഥ പറയുമ്പോൾ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ തലയുടെ എൻ്റെ ഇതാണ് നമ്മുടെ ഇവിടെ പടം ഓടാൻ തുടങ്ങും. അപ്പൊ ഇതാരായിരിക്കും നമ്മുടെ നാട്ടുപ്രദേശത്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടതിൽ ആരെ പോലെ ആയിരിക്കും അല്ലെ എങ്ങനെ ആയിരിക്കും, എനിക്ക് ഈ കഥാപാത്രം എന്ത് നടക്കും, എങ്ങനെ നോക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് അവിടുന്ന് എവിടെയെങ്കിലും ഒരു ഹുക്ക് വീഴും എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും ഒരാളിലേക്ക് ഒരു ഹുക്ക് വീഴും. പിന്നെ ഞാൻ അങ്ങനെ ആകാൻ ഞാൻ ഈ പ്രായമുള്ള നാടകത്തിലൊക്കെ ആണെങ്കിലും അല്ലാതാണെങ്കിലും പ്രായമുള്ള ക്യാരക്ടേഴ്സൊക്കെ അവതരിപ്പിക്കും എൻ്റെ അച്ഛൻ്റെ അച്ഛനെയാണ്. അപ്പൊ കാരണം എളുപ്പം ഇമിറ്റേറ്റ് ചെയ്യാൻ, കാരണം എന്റെ അല്ലാത്ത ചേഷ്ടകളും പുള്ളിയായിട്ട് സെമിനാർ. അപ്പൊ വലിപ്പം പ്രായമായിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നുള്ളതൊക്കെ വിരലെടുക്കുന്ന കൈ എടുക്കുന്ന പുള്ളി ഈ 2 വിരലൊക്കെ എടുത്ത് കഴിഞ്ഞു. നമ്മുടെ സാറിന് ഒരു വിരലെടുത്ത് പുള്ളി ഇങ്ങനെ ഞാനത് അതിന്റെ പലതും നോക്കിയാണ് ഇങ്ങനെ 2 വിരൽ സംസാരിക്കും. അപ്പൊ അത് കൈയും കാലും ഒക്കെ എടുത്ത് സംസാരിക്കുന്ന അങ്ങനെ ഇതുണ്ട്. പിന്നെ നമ്മളെവിടെങ്കിലും ഒക്കെ കണ്ട ഒരാളുമായിട്ട് അറിയാതെ നമ്മൾ ഇത് അതിലേക്ക് അങ്ങ് ലിങ്ക് ആകുന്നു. അങ്ങനെയാണ് എൻ്റെ. അല്ലാതെ ഇതിനുവേണ്ടി പ്രത്യേകിച്ചൊരു പഠനം നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ആകുമോ ഇങ്ങനെ ആകുമോ എന്നുള്ള ഒന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും ഉപകരണങ്ങൾ എടുത്ത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു തോക്ക് ചെയ്യുന്ന സമയത്ത് അറിയാവുന്നോട് ചോദിച്ചാൽ, അല്ലാതെ നമ്മളിപ്പോ ഒരു പടിയെടുത്ത് പിടിക്കുന്നല്ലോ തോക്കെടുത്ത് പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ജീവിതത്തിൽ നമ്മള് ഇതിനു മുമ്പ് അതിലേക്ക് ഞാൻ പണ്ട് ഈ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞൊരു നാടകം കളിക്കുക. രാഷ്ട്രപിതാവ് അതിനകത്ത് ട്രാഫിക് പോലീസ്, എനിക്ക് ഫസ്റ്റിലെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിനാ. അപ്പോൾ സസ്പെൻഷൻ ഇരിക്കുന്ന ഒരു പോലീസുകാരൻ. ഞാൻ ചങ്ങനാശ്ശേരി അണിയറല്ല അഭിനയിക്കുന്നത്. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിട്ട് റോഡ് ക്രോസ് ചെയ്യണം അണിയറയിട്ട് പോകണം. പോരാൻ നേരത്ത് അവിടെ നിൽക്കുന്ന ട്രാഫിക് പോലീസ് പോട്ടും ഒരു കാര്യമില്ല, ചുമ്മാ പുള്ളിയെ നോക്കും. ഞാൻ കുറച്ച് എന്നും നടന്നു നോക്കും. അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. ഇവർ കൈ കാണിക്കുന്നത് നമ്മുടെ ഡയലോഗിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു അറിയാതൊരു അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതാണ് അതിന്റെ സത്യം. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അക്കാഡമിക്കലായിട്ടൊന്നും ഒരു വകയും പഠിച്ചിട്ടുമില്ലോ. വിട്ടാലും പഠിക്കത്തില്ലായിരുന്നു. അതങ്ങനെ അല്ലാതൊരു കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ഒരാളെ ഇപ്പം നിങ്ങളെ കണ്ട് നിങ്ങൾ ഫുള്ളല്ല നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ ചില 1-2 എസൻസ് മാത്രം എടുത്താൽ മതി. അത് ചേട്ടൻ പറഞ്ഞ പോലെ അത് നമ്മൾ എടുക്കുന്നത് നമ്മൾ അറിയാതെ എടുക്കുന്നത്. അല്ലാതെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഈ സമയത്ത് ഇങ്ങനെ ചെയ്യാതെ ചിന്തിക്കത്തില്ല. ഓൾറെഡി ഈ ഫസ്റ്റ് ഷോട്ട് എപ്പോഴും നമ്മൾ മാജിക്കാണ് കാണുന്നതിന് അത്ഭുതമാണ്. എന്നാ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചു ഇങ്ങനെ വെക്കുന്നു ഞാൻ വിചാരിച്ചല്ലോ, വെച്ചുപോയി. പക്ഷെ രണ്ടാമത് ഇതൊന്നുകൂടെ പറയാൻ ഞാൻ അറിയാതെ വെക്കും ഇങ്ങനെ, കാരണം നേരത്തെ ഇങ്ങനെ വെച്ചാണല്ലോ. അപ്പൊ എപ്പോഴും ഫസ്റ്റ് ടേക്കിൽ വരുന്ന സാധനങ്ങളാണ് ഈ നമ്മൾ പോലും അറിയാതെ വന്നു പോകുന്ന മാജിക്. അല്ലെ സത്യമല്ലേ? തീർച്ചയായും. അല്ല എനിക്ക് ഇതിന്റെ അകത്ത് ഞാനും ട്രെയിൻഡ് ആക്ടർ അല്ല. അപ്പം നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇതിന്റെ ഒരു ടെക്നിക്ക് പഠിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് സമയം കണ്ടെത്തുന്ന ആളാണ്. അപ്പൊ അതിൽ എനിക്ക് ടെക്നിക്കാലിറ്റിയിൽ ടെക്നിക്കലി പറയാൻ ആണെങ്കിൽ 2-3 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. അതായത് ബേസിക്കലി അഭിനയം എന്താണെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നമ്മൾ സത്യസന്ധമായി പെരുമാറുക. നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ അല്ലല്ലോ, അതിന് നമ്മൾ സങ്കല്പിക്കുകയാണ്. പക്ഷെ അവിടെ നമുക്ക് സത്യസന്ധമായിട്ട് നമ്മൾ പെരുമാറുക. അതായത് ലാലേട്ടൻ പറയുന്ന ഒരു ടൈമുണ്ട് മാജിക് കീഫ്. അതായത് ഞാൻ അതാണെങ്കിൽ എന്നുള്ള ഒരു മാജിക് കീഫ്
അതിനകത്ത് വരികയാണ്. പക്ഷെ എന്നാലും ഈ മാജിക് ഗീഫ് നമുക്ക് ചുമ്മാ അങ്ങെടുത്ത് പ്രയോഗിക്കാനും പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു ഡോക്ടർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടറിന്റെ ഒരു പരിപാടി അറിയില്ല. ഞാനൊരു ഡോക്ടറാണ്, ചിലപ്പോൾ ആ രോഗി മരിച്ചു പോകും. പക്ഷെ നമ്മൾ അഭിനയിക്കുമ്പം ആ മാജിക് ഗീഫ് നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ ആ ന്യൂആൻസുകൾ കുറെ എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളൊരു ആക്ടർ ആവണം എന്നുള്ള ഒരു പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കൂടെ ഇത് നമ്മുടെ ബോഡി അറിയാതെ ഇതിനെ ഇതാണല്ലോ പണി. അപ്പൊ നീ ഇതൊക്കെ നോക്കിക്കോ, തലച്ചോറിന്റെ ഏതോ ഒരു ഭാഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന വഴിക്ക് അത് കൊള്ളാം, എടുത്ത് അങ്ങോട്ട് അങ്ങനെ കാണുന്നതിനാണ് ഒരു സ്ഥലത്തേക്ക് ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ അതാണ് സത്യം. അതങ്ങനെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ സാധനം പോലും ഞാൻ എവിടെയോ കേട്ട് ആരെടുത്തോ സംസാരിക്കുമ്പോൾ എവിടെയോ റീലൊക്കെ ആയിട്ട് കേട്ട സാധനമായിരിക്കും ഞാനിപ്പോ ഈ പറഞ്ഞ സാധനം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആ റീല് കേൾക്കുമ്പോൾ നമ്മൾ ചുമ്മാ സ്ക്രോൾ ചെയ്ത് വിടുകയാണ്. പക്ഷെ ആ സാധനം നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടിങ് ടെക്നിക്കുകളും കംപ്ലീറ്റ്ലി വേറെയാണ്. അതായത് ഇപ്പൊ നമ്മൾ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ അല്ല ലെൻസിന്റെ ഫ്രണ്ടിൽ അഭിനയിക്കുന്നത്, അതുപോലെയല്ല മൈം ചെയ്യുന്നത്, അതുപോലെയല്ല സ്ക്രീൻ പ്ലേ ചെയ്യുന്നത്, അതുപോലെയല്ല നമ്മൾ ഒരു മറ്റേ പ്രസംഗിക്കുന്നത്. എല്ലാ ആക്ടിങ് ടെക്നിക്കുകളും വേറെ വേറെയാണ്. അപ്പൊ ഞാൻ അത് പറയാനുള്ളൊരു കാരണം എനിക്കിത് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. ചേട്ടൻ നാടകത്തിൽ ലെജൻഡറി ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും സ്കൂളിൽ കോളേജ് മുതൽ നാടകം ചെയ്ത് അങ്ങനെ നാടക പ്രവർത്തനങ്ങളിലൂടെ സിനിമയിൽ എത്തിയ ആളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാടകത്തിൽ നിന്ന് സിനിമയിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരിൽ അങ്ങനെയുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരുണ്ട്. കാരണം ഇത് രണ്ട് മീറ്റർ ആയതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ലൈൻ ഉണ്ട്, അത് പിടിക്കാന്ന് പറയുന്നതാണ് ഭയങ്കര പണി. അപ്പം ഞാൻ എപ്പോഴും നോക്കണം. അപ്പം ഞാൻ ആക്ച്വലി നാടകത്തിൽ നിന്ന് പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി, പിന്നെ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ടാണ് ഈ ഫ്രണ്ടിലേക്ക് വന്നത്. അപ്പം അതെനിക്ക് കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എഡിറ്റ് പരിപാടി, എഡിറ്റ് പോയിന്റ്സ്, ലെൻസിന്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് നമ്മളത്. പക്ഷെ ചില ആൾക്കാർ, ഇപ്പൊ തിലകൻ സാറ് അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയറിയാം ഇവരുടെ ലെൻസ് ആക്ടിങ് ഭയങ്കര കിടലാണ്. പക്ഷെ എന്റെ കള തന്നെ ആദ്യത്തെ പരിപാടി എടുത്താൽ തന്നെ നമ്മള് ഇവരുടെ ഇടയ്ക്ക് ഒരു ക്യാമറ വെച്ച പോലെ നമ്മൾ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മുടെ വിചാരം ഇവര് ഇങ്ങനെ അഭിനയിക്കുന്നതിനെ ചുമ്മാ ക്യാപ്ചർ ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറഞ്ഞ പടത്തില് ഇപ്പൊ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ചേച്ചിയുണ്ട്. പുള്ളിക്കാരി അതായത് ഇവരുടെ ഇടയ്ക്ക് ക്യാമറ വെച്ചേക്കാന്ന് നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ ഇവര് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അഭിനയിക്കുന്നത്. അതായത് ഇവര് റിയൽ ആയിട്ട് കഷ്ടപ്പെട്ട് അഭിനയിക്കുകയാണ്. അതായത് അഭിനയിക്കുന്നതാണെന്ന് തോന്നാതെ സട്ടിലായിട്ട് ചെയ്യാണ്. അതും അങ്ങനെ ഒരു സ്കില്ല് ആർജിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി. അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടൻ അതെങ്ങനെയാണ് ഈ രണ്ട് പരിപാടി? അതിന്റെ കാര്യം ഒരേ സമയത്ത് രണ്ടും കാര്യം നിങ്ങൾ ശരിക്കും എന്റെ നാടകം കാണാത്തോണ്ട് എങ്ങനെ ചോദിക്കുന്നത്. നാടകത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അഭിനയിക്കുന്നത്. അല്ലാതെ നാടകത്തിൽ അമ്മ എന്ന് പറഞ്ഞത് നമ്മളെ നാടകത്തിലും ലൈഫുകാരനാണ് പറഞ്ഞത്. ലൈഫ് നാടകത്തിൽ പക്ക ലൈഫാണ്, അല്ലാതെ നാടകീയത അല്ലാതെ ഇല്ല. അങ്ങനത്തെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതൽ മിതത്വമായി അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇമോഷണൽ മാത്രം നമ്മൾ കൂടുതൽ കൊടുക്കും, അല്ലാതെ കൈയെടുക്കും കാലിപ്പൊക്കെ അത് ശ്രദ്ധിച്ചാൽ ചെയ്യുന്നത്. രണ്ട്, ഞാനൊരു 80-85ഓളം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചായിരുന്നു ഇതിനിടയിൽ ഈ നാടകം. അപ്പൊ ഇതിന് എന്നാണ് ആവശ്യമുള്ളതെന്ന് ഞാൻ ഇതിനകത്ത് ഇത് ട്യൂഷൻ സെന്റർ ആയിരുന്നു. മനസ്സിലായി, എന്റെ അക്കാഡമിക്ക് അതാ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമ്മൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത സമയത്ത് മനസ്സിലായി കണ്ടിട്ട് അവിടെ ഞാനായിരിക്കുമല്ലോ മമ്മൂട്ടി. നോക്ക് എന്നെ നോക്ക്, ഇത് കുഴപ്പമായിട്ടുണ്ടോ നോക്ക്, അപ്പൊ അങ്ങനെ പഠിച്ച് അത് ഇതിന് എന്ത് വേണം, എങ്ങനെ ആയിരിക്കണം, എങ്ങോട്ട് നോക്കണം, എങ്ങനെ ഇത് പഠിച്ച് ഈ 10-13ഓളം ഷോർട്ട് ഫിലിം. ഇപ്പോഴും ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന്റെ കാര്യം അതാ. ഒരു വലിയ സിനിമയുടെ അവിടെ ചെന്ന് എനിക്ക് അങ്ങനെ ചോദിക്കാൻ നിൽക്കും, നമുക്ക് ഇങ്ങനെ മാറ്റി ചെയ്താലോ. അപ്പൊ അവിടെ സ്വാതന്ത്ര്യം തരുന്നത് ഇവരാ തരുന്നത്, ഈ പിള്ളേർ തരും. അപ്പൊ ഇങ്ങനെ സാധനം ഇങ്ങനെ ചെയ്താലോ നോക്കാം ചേട്ടാ. അപ്പൊ അങ്ങനെ പഠിച്ചെടുത്താണ് അതിന്റെ റിസൾട്ട്. ഫൈനൽ പരീക്ഷയാണ് സിനിമ. ട്യൂഷന് പോയിട്ട് നാടകത്തിൽ പഠിച്ചു, ട്യൂഷൻ സെന്റർ ആയിട്ട് ഇത് ഉപയോഗിച്ചു, പരീക്ഷ വന്നെഴുതിയത് തിയേറ്ററിലാണ്. അതിന്റെ അങ്ങനെ ആയിരിക്കാം. പിന്നെ അത് ഈ വാരിക്കോരി ഇടുന്ന പണ്ടും ഇല്ലാത്തതിന്റെ ഒരു ഗുണമുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ബേസിക്കലി നമ്മൾ മിതത്വം പാലിച്ചാലും നമ്മൾ ഈ ഫ്രണ്ടിൽ ആൾക്കാർ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്. സിനിമയിൽ അങ്ങനെയല്ലോ, നമ്മുടെ ഓരോ ചെരിവും തിരിവും നോട്ടവും കൈയെടുപ്പും എടുത്തോളൂ, അല്ല നമ്മളിപ്പോ എടുക്കണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു സാധനം ഇപ്പൊ നമ്മള് ഒരു 10 പേരെ മുന്നിൽ ഇരുത്തിയിട്ട് അവരുടെ ഫ്രണ്ടില് നമ്മൾ മോട്ട് ചെയ്യുന്ന പോലെ അല്ല. നമ്മള് ക്യാമറ ഒരു ക്ലോസിൽ വെച്ചിട്ടോ അല്ല മിഡ് വെച്ചിട്ടോ 2 പേരുടെ സാക്ഷ്യം വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേനും അതിന്റെ അകത്ത് ആ സാധനത്തിന്
ഉള്ള മീറ്ററിൽ ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് അനാവശ്യമായിട്ട് അതിന്റെ തോന്നും. കാര്യം ശരിക്കും നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴേ ഒരിക്കലും ഞാൻ സംവിധായകന് വേണ്ടിയോ പ്രേക്ഷകന് വേണ്ടിയോ ഒന്നും അല്ല അഭിനയിക്കുന്നത്, ലെൻസിന് വേണ്ടി അഭിനയിക്കുന്നത്. ഏത് ലെൻസ്, ആ ലെൻസിന് അല്ല അതും ചേട്ടാ ഈ പറയുന്ന പോലെ നമ്മളിപ്പോ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നോ അല്ലെ സിനിമയിലേക്ക് വരുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കണ്ടല്ലോ, നമ്മള് ലെൻസ് എല്ലാം പഠിച്ചിട്ടല്ല. അവര് അത്ര വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ മനസ്സിലായി. ഇപ്പൊ കുറച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും ഇടയ്ക്കിടയ്ക്ക് ഇത് മാറുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഉറപ്പിച്ചാൽ കിട്ടാൻ പോലെ രാവിലെ ഒരെണ്ണത്തിനങ്ങ് ഉറപ്പിച്ച് ഇതിന് മാത്രം ഇടേണ്ട കാര്യമില്ലല്ലോ, അങ്ങനത്തെ ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് മാറി മാറിയപ്പോ എന്റെ ലെൻസിന്റെ മിഡാണ് മറ്റേ ഇപ്പോഴും അറിയില്ല, ആ വാക്കുകൾ പോലും ശരിക്കും അറിയില്ല. അപ്പൊ അത് നമ്മൾ ചെയ്ത് അപ്പൊ കാണിച്ചത് വേണ്ട ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ഒരു സാധനം മതി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന സാധനം വേണ്ട, നമുക്ക് ഇത്രത്തിന്റെ ആവശ്യമുള്ളൂ എന്നുള്ളത് അങ്ങനെ പഠിച്ചെടുക്കുന്നത്. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. ഇപ്പൊ അല്ല സിനിമയ്ക്ക് ഇപ്പൊ ലെൻസിന് വേണ്ടി നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മള് ആക്ച്വലി അഭിനയിക്കുകയല്ല, നമുക്ക് അറിയാവുന്ന അഭിനയത്തിനെ നിയന്ത്രിക്കുകയാണ്. അതിന് ഈ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിക്കുക എന്നുള്ള പരിപാടി. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മുടെ കയ്യിൽ ഇത്ര ഉണ്ടാവണം, എന്നാലും ഇത് അടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് അടുക്കുന്നതാണോ പഠിക്കേണ്ടത് അതോ കൈ വലുതാക്കുന്നതാണോ പഠിക്കേണ്ടത് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ആ ഒരു സാധനം നമ്മൾ പഠിക്കണം. അപ്പൊ എപ്പോഴും നമ്മുടെ കൈ വികസിച്ചിങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് അടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള തമാശക്കാണെങ്കിൽ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ പറയും ഈ പുള്ളി പക്ക ലൈഫായിട്ട് അഭിനയിക്കുന്നു, പിന്നെ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞു പക്ക ലൈഫാണ്, പിന്നെ പക്ക ലൈഫായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അഭിനയം എടുത്ത് മാറ്റിയേ പക്ക ലൈഫാന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ അങ്ങനെ, അതായത് നമ്മൾ നാച്ചുറൽ ആക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നു എന്നുള്ളതാണ്. അത് എൻ്റെ അടുത്ത് പല ആൾക്കാരും ഈ പറയുന്ന പോലെ അവര് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ എനിക്കൊന്നും അഭിനയിക്കണോ നീ ഒന്നും പറ പരിപാടി എങ്ങനെയാണ് എൻ്റെ അടുത്ത് നമ്മുടെ അങ്കിൾമാരും അവരൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഇത് അത്ര എളുപ്പമുള്ള പരിപാടി അല്ല കേട്ടോ, കുറച്ച് കഷ്ടപ്പാട്. നീ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്, നീ സിനിമയിൽ അപ്പൊ അവര് വിചാരിക്കുന്ന ഞാൻ ഇങ്ങനെ തന്നെയാണ് അവിടെ പോയി ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഭയങ്കര എളുപ്പമാണ് ഇവര്. അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഇങ്ങനെ അവിടെ പോയി ചെയ്യണം, ഈ ക്യാമറ വെച്ചിട്ട് പരിപാടി സെറ്റ് ചെയ്തിട്ട് ചെയ്യണം. ഏറ്റവും ആദ്യം വേണ്ടത് ഭയം മാറുക എന്നുള്ളതാണ്. ഭയം ഉണ്ടെങ്കിൽ ഭയം ഒരു ലെയർ ആയി ഇങ്ങനെ നമ്മുടെ മുഖത്തൊന്നും വരത്തില്ല. ഭയത്തെ ഇത് ആളുകൾ ശ്രദ്ധിക്കുവോ, അല്ലെങ്കിൽ അത് ക്യാമറ നമ്മളെ കടിക്കുവോ, ഒരു സംവിധാനം തെറി പറയുവോ, അല്ലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിന്തിച്ച് ഒന്നും നമ്മൾ ലോകത്ത് ഇന്നുവരെ ക്യാമറ കടിച്ച് ഒരു മനുഷ്യനും ചട്ടത്തിൽ അഭിനയിക്കുക 3 തെറി വീട്ടിൽ നാട്ടിൽ കിട്ടുക, അതുപോലെ കൂട്ടിയാൽ മതി. ഇതിനകത്ത് വേറൊരു ഏറ്റവും വലിയൊരു സാധനം ഞാനത് ഈ ഇടയ്ക്കാണ് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞപ്പോഴേ, അതായത് അവൻ കുറെ പരിപാടിയൊക്കെ ചെയ്ത് അവന്റെ ആദ്യത്തെ സിനിമയാണ്, പക്ഷെ ആക്ടറാണ് അവൻ, ഓൾറെഡി പ്രൂവഡ് ആക്ടറാണ്, കുറെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്, അവൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കോൺഫിഡൻസാണ്, ലൈൻസ് പ്രോപ്പറാണ്, എല്ലാ പരിപാടിയും എല്ലാം ഓക്കെയാണ്. പക്ഷെ ക്യാമറ വെച്ചിട്ട് ഈ പറയുന്ന ഇത് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ പറയുന്നതിന് മുമ്പ് റെഡി എന്ന് പറഞ്ഞാൽ റെഡി എന്നങ്ങോട്ട് പറഞ്ഞു. അല്ല അപ്പൊ അതെന്താ സംഭവം പറയാം. അപ്പൊ ഇവ പറയുന്ന ആ സമയത്തുണ്ടല്ലോ അന്നേരം ഒരു സാധനം ഇവിടുന്ന് അങ്ങ് പോകും, പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ അങ്ങ് വിറയ്ക്കും, ഇവിടെ വിറയ്ക്കും, നമുക്ക് നമ്മുടെ കൈ കിട്ടില്ല നമ്മളെ. നമ്മൾ വെറുതെ ചെറിയ പീസായിരിക്കും, പക്ഷെ നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് കുളമാക്കുകയാണ്. അപ്പൊ അതിന്റെ ശരിക്കും ഞാനും അവനോട് കണ്ടുപിടിച്ചൊരു കാര്യം, അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ ആക്ച്വലി ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കുള്ള ഹോസ്പിറ്റലിൽ ഈ ഒച്ചമേളം പരിപാടി കാര്യങ്ങളും ഒക്കെ നമുക്ക് കേട്ട് നമുക്ക് ആ സാധനം നമുക്ക് അവിടെ നിന്ന് വിഷമിച്ചൊക്കെ പറയാം, കാരണം നമ്മുടെ ബാക്കപ്പിംഗ് പരിപാടി ഉണ്ട്. ആക്ച്വലി സിനിമയിൽ ഈ ബാക്കിംഗ് പരിപാടി ഒന്നുമില്ല, അത് പിന്നീട് മിക്സിങ്ങിലാണല്ലോ എല്ലാം ഇടുന്നത്. നമ്മള് റെഡി എന്ന് പറയുമ്പോൾ ഒരു സൈലൻസ് അങ്ങോട്ട് പോയി, ആ സൈലൻസിന് ബോഡി നമ്മുടെ ബോഡി എപ്പോഴും സൈലൻസിന് കോൺഷ്യസ് ആണ്. നമ്മുടെ ബോഡി സൈലന്റ് ആകുമ്പോൾ നമ്മുടെ ബോഡി അലേർട്ട് ആണ്. അതേ സമയത്ത് നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെയല്ല, ആ അലേർട്ടിനെ പൊളിക്കണം, അതാണ് ഏറ്റവും വലിയ പാട്. അതായത് ഈ സൈലൻസിൽ ബോഡി അലേർട്ട് ആവും, ആ അലേർട്ടിനെ പിടിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിഫ് ആയി പോകും. ആ സൈലൻസിന്റെ മേളിൽ ഈ അലേർട്ട് ആയിട്ട് നിൽക്കുന്ന സാധനത്തിന് വിട്ടിട്ട് നമ്മള് സൈലൻസ് പറയുമ്പോൾ നമ്മുടെ ബോഡി ഫ്രീ ആയി സൈലൻസ് അല്ല അത് ചേട്ടാ അത് പണ്ട് നാടകം ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മൾ പറയും നമ്മൾ എത്ര സ്റ്റേറ്റ് അവാർഡോ എന്ത് പരിപാടി കിട്ടിയാലും ഫസ്റ്റ് ബെൽ അടിക്കുമ്പോൾ ഒരു ഉള്ളിൽ വെപ്രാളമാണ്. അത് നമ്മൾ എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും അങ്ങോട്ട് അടിക്കുമ്പോൾ പ്രേക്ഷകന്റെ മുന്നിലേക്ക് നമ്മൾ എത്തപ്പെടുന്ന ആ നിമിഷമില്ലേ, നമ്മളിങ്ങനെ തട്ടിയുടെ സൈഡിൽ നിന്ന് എൻട്രി ആകില്ല. ഇവർക്കറിയാം ഈ അഭിനയിക്കാൻ പോകുന്ന പ്രമോദ് വെളിയനാടെന്ന് പറഞ്ഞാൽ, അല്ലെ പ്രമോദ് എന്ന് പറഞ്ഞാൽ ഞാൻ രായപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നത്, ഞാൻ രായപ്പനാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള മത്സരമായിരുന്നു. അവര് പ്രമോദാന്ന് വെച്ചിട്ട് ആ പ്രമോദിനെ മാറ്റി അവരുടെ മനസ്സിലേക്ക് രായപ്പൻ എപ്പോ കയറുന്നു അപ്പൊ ഞാൻ വിജയിച്ചു. യുദ്ധമാ കാരണം പ്രമോദ് കുറച്ച്
മാറി അതെ അതെ അത് ഈ രായപ്പന്റെ ഇമോഷൻ അവരുടെ ഇമോഷനാണ്. അമർ ഇമോഷണലായി മാറുന്ന അത് അപ്പം നമ്മളെല്ലാം നമ്മളെ ഇന്ന രായപ്പനാ വന്നിരിക്കുന്നത് രായപ്പനാന്ന് പറയുക നമ്മൾ ഓരോ ഓരോ ജ്യേഷ്ഠ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ ട്രെയിൻഡ് ആക്ടേഴ്സ് എല്ലാം പഠിച്ചിട്ടില്ല എന്നാണ്. ഞാനിപ്പോ ഒരു ആക്ടിംഗ് ഇതിന്റെ പൈസ പിന്നെ തന്നാ ഞാനിപ്പോ ഒരു ആക്ടിംഗ് സ്കൂളിൽ ഇതൊന്നും അങ്ങനെ പഠിച്ചല്ലെന്ന് ഇതൊക്കെ ഇപ്പൊ നമ്മുടെ യാത്രകളില് നമ്മൾ ഇങ്ങോട്ട് നടന്ന സഞ്ചാരങ്ങളില് ഇപ്പൊ ഞാൻ 30 വർഷത്തോളമായി ഈ കല എന്ന് പറയുന്ന സാധനം കൊണ്ട് മാത്രം ജീവിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതിൽ നമുക്കായിട്ട് തന്ന നാടക ഗുരുക്കന്മാരും സിനിമയുടെ ആളുകൾക്ക് തരുന്ന നല്ലതിനെയൊക്കെ നമ്മൾ സ്വീകരിച്ച് വെച്ച് അവിടെ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ എടുത്ത് വെതർന്നുള്ളത്. അല്ല ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചു അല്ല ഇതിലെല്ലാം നമുക്ക് ഈ ഇതുപോലെ സക്സസ് പോലെ തന്നെ കയ്യിൽ നിന്ന് പോയി എനിക്ക് പറ്റിയ അഭിനയിക്കുന്നുണ്ട്. ഡബ് ചെയ്യുമ്പോഴേ ചില വാക്കച്ച് ഇടിക്കാറുണ്ടല്ലോ, പിന്നെ കിട്ടൂല, അടിക്കാൻ പറ്റൂല, ഒരു രക്ഷയില്ല. അതേ വന്ന് ഇടിച്ചിടിച്ച് തലേ നമ്മൾ ഡെസ്ക് ഇട്ട് അടിക്കുന്നു ഈ തമ്മിലൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചില സാധനങ്ങൾ അങ്ങനെ എല്ലാവരും മറ്റേ അങ്ങനെ അല്ലല്ലോ. ചിലരൊക്കെ നിർത്തി വെച്ചിട്ട് പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകും. അവർ പറയും അവിടെ അപ്പുറമൊക്കെ വലിയ നടന്നിട്ടുണ്ട് ഇവിടെ. എനിക്ക് പെർഫോമൻസിൽ അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ലെങ്കിലും ടേക്കുകൾ വരും, ഒരുപാട് വരുമല്ലോ. അത് ശരിക്കും നമ്മൾ ചില സാധനങ്ങൾ നന്നായി എന്ന് വിചാരിച്ച് ചെയ്യുന്നത് അല്ലായിരിക്കില്ല. ഡയറക്ടർക്ക് വേണ്ടി നമ്മൾ അഭിനയിക്കാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ഓക്കെ പറയുന്നത് വരെ അഭിനയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചൂടാണല്ലോ ഇപ്പൊ. ഇതെന്താ കാര്യം? അപ്പൊ നമ്മൾ പറഞ്ഞില്ല, നമ്മളൊരു ഗ്ലാസ് ആയിരിക്കും, അതിൽ അതിനകത്ത് മദ്യം ഊറ്റണോ വെള്ളം ഊറ്റണോ ജ്യൂസ് ഒഴിക്കണോ എന്നൊക്കെ അവരാ തീരുമാനിക്കണം. ഞാൻ പറയുന്നത് വെള്ളം വെറുതെ ഗ്ലാസ് പടം വരുമ്പോഴായിരിക്കും അവന്റെ ഇവിടെ പുള്ളി നമ്മളോട് ഒന്നും പറയിപ്പിച്ചില്ല, പറയണ്ട മിണ്ടായിരിക്കുന്നത് ഡയറക്ടറിന്റെ ആണ് സിനിമ എപ്പോഴും ഡയറക്ടറിന്റെ ആണെന്ന് പറയുന്നതിന്റെ കാര്യം അതാ. നല്ല ഡയറക്ടേഴ്സിന്റെ നമുക്കൊരു ഫൺ സെഗ്മെന്റിലോട്ട് പോകാം. ഈ നമ്മുടെ ഈ സീരീസ് തന്നെ അതല്ലേ? ഞാൻ സീരീസ് അപ്പൊ ഇംഗ്ലീഷ് ഒന്നും അല്ലല്ലോ അല്ലേ? അതെ, ഈ നമ്മുടെ ടൈറ്റിലൊക്കെ ബന്ധപ്പെട്ട സിനിമയുടെ ബന്ധപ്പെട്ട ഭൂതം നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? 1 ഓടും, 2 സെൽഫി എടുക്കും, 3 നിധി ചോദിക്കും. രണ്ടുപേർക്ക് ആൻസർ. ആദ്യം എന്റെ അടുക്കെ ഭൂതം വന്നാൽ ഭൂതത്തിന്റെ ബോധം പോകും. പിന്നെ ബോധം പോയി കിടക്കുന്ന എനിക്ക് ഇതിനകത്ത് മറ്റേ നമ്മുടെ അഖിൽ കുട്ടി കുട്ടികളെ വരുന്നുണ്ട്. അപ്പൊ ഇതേ ചോദ്യം വേറെ ഇന്റർവ്യൂ ഞാനും അഖിലൊക്കെ ഇരുന്ന ഇന്റർവ്യൂവിൽ അഖിലിന്റെ അടുത്ത് വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉത്തരം ഷാഫി ഒരെണ്ണം പറഞ്ഞു, പിന്നെ അഖിലും പറഞ്ഞു. അഖിൽ ഇതിനൊരു ഉഗ്ര ഉത്തരം പറഞ്ഞു, നമുക്ക് ഭയങ്കര റിലേറ്റബിൾ. ഭൂതം വന്നു കഴിഞ്ഞാൽ ഭൂതത്തെ കൊണ്ടെന്തിരിക്കുന്നത്. അതായത് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന എല്ലാ സിനിമകളുടെയും കാസ്റ്റിംഗ് ഡയറക്ടർ കാസ്റ്റ് ലിസ്റ്റ് എഴുതുമ്പോ അഖിൽ കുട്ടി, അതായത് അതെ അഖിൽക്കുട്ടി എന്നൊക്കെ എഴുതുന്നത്. അപ്പൊ ഇവരെന്താ അഖിൽക്കുട്ടി അത് മായ്ക്കാൻ വേണ്ടി പോകുമ്പോൾ പേന തളയും. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അല്ല, ഒരു ആക്ടറിനെ സംബന്ധിച്ച് അതാണ് അൾട്ടിമേറ്റ് പരിപാടി. പണിയുണ്ടായി ഏതൊരു കാസ്റ്റിംഗ് ഡയറക്ടറിന്റെയോ അല്ലെ ആക്ടറിന്റെയോ അല്ലെ റൈറ്ററും കഥ എഴുതുമ്പോ പ്രമോദ് അല്ലെ വിഷ്ണുഗോവിന്ദനോ ഇത് അവനെ കൊണ്ട് ചെയ്യിക്കാം. എന്ത് ഭൂതം ഒന്നും പറയിപ്പിച്ചാൽ തന്നാ മതി, വേറെ ഒന്നും വേണ്ട. പണിയെടുത്ത് കാശുണ്ടായി. ഈ നിധി എന്ന് പറയുന്നത് പലർക്കും പലതാണ് ജീവിതത്തിൽ. നിധി എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഫാമിലി ആയിരിക്കും, ചില ആൾക്ക് പ്രൊഫഷൻ ആയിരിക്കും, ചില ആൾക്ക് പാഷൻ ആയിരിക്കും. അല്ലെ, ഞാനത് നിങ്ങളുടെ ചോദിക്കുക, നിങ്ങളുടെ നിധി എന്താണ്? ഞാൻ പറയട്ടെ, എന്റെ നിധി ഞാൻ കലാകാരനായി എന്നുള്ളതാണ്. വേറൊരു പണിക്ക് പോയിട്ട് ഞാൻ ചെയ്യാത്ത പണികളില്ല മുത്തേ, ഒരുപാട് പണികൾ ചെയ്താ അവസാനം ഈ നിധി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു എന്റെ നിധി എന്ന് പറഞ്ഞാൽ. അഭയൻ കലൂർ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് എന്റെ നിധി. ആ മനുഷ്യനെ ചെന്ന് കണ്ടുമുട്ടിയതോടുകൂടിയാണ്, ഒരു പെരുവഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴാണ്, ഒരു ടെലിഫോൺ പോസ്റ്റിന്റെ ചുവട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ 2 കണ്ണി കൂടെ കണ്ണീരൊഴുകി ഞാൻ അങ്ങനോട് എന്നെ നാടകത്തിലെടുക്കണമെന്ന് കരഞ്ഞു പറയുന്നിടത്ത് അദ്ദേഹം ഓക്കെ എന്ന് പറയുന്നിടത്താണ് എന്റെ നിധി എനിക്ക് കിട്ടിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അത് എന്റെ ഹൃദയസ്പർശിയായ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സാധനം കേട്ടോ. തമാശക്കായിട്ട് അല്ല, എനിക്കും ആക്ച്വലി നടനെന്ന ടാഗാണ് എന്റെ നിധി. പക്ഷെ ഞാൻ പറയുന്ന അല്ല, അപ്പൊ അത് ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം മാറ്റി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയുന്ന ഇത്രയും നാളും നമ്മൾ ഇതിലേക്ക് എത്താനായിട്ടുള്ള കുറെ കാരണങ്ങളുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ഞാൻ പഠിച്ച കോളേജും ഞാൻ ആ കോളേജിലല്ലായിരുന്നെങ്കിൽ ഒരിക്കലും സിനിമയിൽ വരില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ അവിടുന്നാണ് നാടകപ്രവർത്തനം തുടങ്ങുന്നത്. അതുപോലെ തന്നെ മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ പടം സംഭവിക്കുന്ന എല്ലാം ആ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളാണ് എന്റെ നിധി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ഡ്രാമ? അതേട്ടാ ലൈഫിലെ നാടകമാണോ അത് പ്രമോദനാണോ?
കാരണം പ്രമോദന്റെ കാരണം ഈ നമ്മുടെ ഡ്രാമ എന്ന് പറയുമ്പോൾ ഇതിന് ജീവിതാനുഭവത്തിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ. കാരണം ഇങ്ങനെ ഈ പ്രായം നമ്മൾ പറയുന്നില്ല, എന്തായാലും 25 വയസ്സാണല്ലോ ഇരിക്കട്ടെ. അതെ, അത്ര നാള് ഇത് ഒരു 10-80 വയസ്സുള്ള ആളുടെ അനുഭവം നാടകം എണ്ണം പറഞ്ഞാൽ ഒരുപാട് 28 വർഷം നാടകം തമാശ മാറ്റി പറയാണ്. നാടകമാണെങ്കിൽ 28 വർഷം പ്രൊഫഷണൽ നാടകം കളിച്ച് അതിൽ 126 നാടകമാണ് ഏറ്റവും കുറവ് കളിച്ചു ഒരു വർഷം. പിന്നെ ബാക്കിയെല്ലാം 200 മേളിൽ കളിച്ചിട്ടില്ലേ. 283 നാടകമാണ് ഒരു വർഷം ഏറ്റവും കൂടുതൽ കളിച്ചു. 283 നാടകം. അപ്പൊ അങ്ങനെ എത്രയോ ആളുകൾ അങ്ങനെ ഒരു നാടകം സമിതി ഒരു വണ്ടിയെ നാടകം കയറിയാൽ ഇങ്ങനെ പോവാ ആവർത്തന വിരസതയാണ്. അതിന്റെ കാര്യം വന്ന് കേട്ടിരിക്കുന്ന ആളുകൾ പുതിയ ആളുകൾ ഒരു വേദി തന്നെ അവതരിപ്പിക്കുന്നത്. കേട്ടിരിക്കുന്ന ആളുകൾ പുതിയ സ്റ്റേജ്, പുതിയ മൈക്ക്, പുതിയ ആളുകൾ, പുതിയ അന്തരീക്ഷം. ഒരിക്കലും ചോദിച്ചത് നിങ്ങൾ ഈ അഭിനയം കഴിഞ്ഞിട്ട് പിന്നെ ഈ ക്യാരക്ടറിനെ KSRTC ഡ്രൈവർ രാവിലെ പോലെ വണ്ടി ഓടിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വയനാട് വരെ ഓടിച്ചിറങ്ങിട്ട് പുള്ളി ഇങ്ങനെ നമ്മുടെ ജോലി ഇതാ. നമ്മുടെ ജോലിയല്ലേ നമ്മൾ അഭിനയം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ജോലിക്ക് പറഞ്ഞു. ഞങ്ങളുടെ ജോലിയാ ബെല്ല് കൊടുത്ത് കട്ടം വാങ്ങുമ്പോൾ പെർഫോം ചെയ്യുക, അതാ ജോലി. അത് നമ്മൾ സാധാ മനുഷ്യനാ. ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ലെങ്കിൽ വേറെന്തോ തലയ്ക്ക് അസുഖം. ഞാൻ നേരിട്ട് അനുഭവം ഉണ്ട്. അത് ഞാൻ നേരിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനന്ന് ചേർത്തല ജൂബിലി രാജൻ ബീദേവിന്റെ ട്രൂപ്പിൽ അഭിനയിച്ചൊരു സമയം രാജേട്ടന്റെ ആ സിനിമയിൽ ആ സീൻ തീർന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കുക രാജേട്ടന്റെ വീട്ടിൽ. നമ്മുടെ അപ്പം റിഹേഴ്സൽ നടക്കുന്ന സമയത്തോട്ട് ലാൽ സാറ് മാളാരന്ദു സാറ് ബെന്നി ചേട്ടനെ ഈ നായിക ദിലീപേട്ടനെ അങ്ങനെ കുറെ ആളുകൾ. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം വരുന്നത്. അപ്പൊ അത് എനിക്ക് കാറിൽ പുള്ളിങ്ങനെ കൈ കുത്തി ഇങ്ങനെ നിൽക്കും. ഇത് മാറുന്നില്ല. നമ്മുടെ നാടകം കാണാൻ വന്നത് അവർ പാർട്ടി പരിപാടിയൊക്കെ രാജേട്ടൻ അവർക്ക് ചിലവൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ എല്ലാം കഴിച്ചിട്ട് വന്ന് നാടകം കാണായിരുന്നു. അപ്പോൾ പുള്ളി കൈ എന്നാ ചെയ്യണം, ഒരു രക്ഷയെടുത്ത് കൈ പുള്ളി വെക്കുന്നതും പിടിക്കുന്നതല്ല ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചാലും അതിലേക്ക് പുള്ളി പറഞ്ഞു ഇത് കയ്യിൽ നിന്ന് പോകുന്നില്ല. കാറിൽ ഞാൻ എന്റെ കറക്റ്റ് ഞാൻ പുള്ളിയെ കാണുന്നത് ഇങ്ങനെ കാറിൽ പോകുന്നില്ല എന്ന് പറഞ്ഞത്. അതെ, എന്നിട്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് അന്ന് ലാൽജോ സാർ നാടകം കാണാൻ വന്നിട്ട് അതൊരു കപ്പലിന്റെ കഥയാണ്. ആൻഡമാനിലേക്ക് ഒരു സ്നേഹയാത്ര എന്ന് പറഞ്ഞ നാടകം. ഒരുത്തിന് ഞങ്ങൾ 2 സുഹൃത്തുക്കൾ, അതിലൊരാൾക്ക് സമ്മാനം അടിച്ചിട്ട് ഷർട്ട് മേടിക്കുക ഒരു കൂപ്പൺ കിട്ടും. അത് കൂപ്പൺ പൂരിപ്പിച്ചിരുമ്പോൾ അതിൽ സമ്മാനം അടിക്കുക. ആൻഡമാൻ ഷാഹായ് ദുബായിലേക്ക് 3 സൗജന്യം ട്രിപ്പ്. അത് കൂട്ടുകാരനാണ് കിട്ടുന്നത് 2 പേർക്ക് പോകും. അപ്പൊ കൂട്ടത്തിൽ അബ്ദു എന്ന് പറഞ്ഞാൽ അവന്റെ ഏറ്റവും ഇന്റിമേറ്റ് കൂട്ടുകാർ എഴുതാൻ വായിക്കാനുണ്ട് എന്നെ കൊണ്ട് പോകുന്ന അതാണ് നടന്നത്. അപ്പൊ കപ്പലാണ് കാണിക്കുന്നത്. ബോട്ടലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ് ലാൽജു സാർ വന്നത്. വെളിയിൽ നോക്കുമ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കപ്പലിന്റെ ടൈറ്റാനിക് പോലെ അതുപോലെ സാധനങ്ങള് റൗണ്ടിനകത്ത് അങ്ങ് കാണുന്നത്. ഞാൻ 100 വർഷം ഒരു തന്നെ കൊടുക്കുന്ന നാടകം ചെയ്യാൻ നോക്കിയല്ലോ ലാൽജു സാർ. അത് അന്ന് ഇങ്ങനെ 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 എന്നൊക്കെ ഓർക്കുന്നുണ്ട്. ഇല്ല, ഇത് മാറും. നമ്മളത് എങ്ങനെ ഈ സാധനത്തിനെ പസു ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പൊ ഞാൻ പറയുന്നത് ഭരത് ഗോപി സാറൊക്കെ ഇങ്ങനത്തെ ഈ പറയുന്ന ഇന്റൻസ് ഈ മെത്തേഡ് ആക്ടിങ്ങിന്റെ ആൾക്കാരാണ് കേട്ടത്. അതായത് ഇവർ ക്യാരക്ടേഴ്സ് ആയി നമ്മൾ അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതേ സമയത്ത് എനിക്കൊന്ന് ജഗതിചേട്ടനൊക്കെ കുറച്ചുകൂടി ഇംപ്രവൈസ്ഡ്. അതായത് കാരണം ഒരു ദിവസം 3-4 പടം അവിടെ എല്ലാ പടത്തിലും നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് മാത്രം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് 3-4 പടമൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അപ്പൊ ഇത് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. രണ്ടും 2 മീറ്ററാണ്. ഒരു ഡ്രസ് പോലെ ഇവിടെ ചില രവീന്ദ്രൻ ഷർട്ട് എടുത്ത് ഒരു മറ്റേ അങ്ങനെ അതാണ് മാറുക എന്നുള്ളതാണ്. കഴിയുമ്പോൾ കട്ട് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു നമ്മൾ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അറിവ് കുറവും നമ്മുടെ ഈ ഇതിനോടുള്ള കാലിബറിന്റെ കുറവായിരിക്കാം. ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഭിനയിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതുപോലെ നിൽക്കാത്തിങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനല്ലേ. അല്ല, എനിക്ക് ഞാനും കുറച്ചുകൂടെ എനിക്കും പഠിക്കണമെന്ന് കൂടുതൽ ട്രെയിൻഡ് ആവാൻ ആഗ്രഹമുള്ളത് ഈ ഇംപ്രവൈസ്ഡ് ആക്ടിങ്ങിലാണ്. കാരണം മെത്തേഡ് ആക്ടിങ് ആകുമ്പോഴത്തേനും നമ്മൾ കുറച്ചുകൂടെ നമ്മളെ പുഷ് ചെയ്യാനുള്ളത്, നമ്മളെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. ഇയാളുടെ ലൈഫിൽ ഭയങ്കര ട്രാജഡിയാണ് നമുക്ക്. അതിന്റെ കൂടി ഈ ക്യാരക്ടറിന്റെ ഇമോഷനോട് എടുത്ത് വെച്ച് നമ്മളല്ല തന്നെ നമ്മളിങ്ങനെ പുഷ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ക്യാരക്ടറിന്റെ എല്ലാം അഭിനയം എന്ന് പറഞ്ഞാൽ അഭി മുന്നോട്ട് നയം നയിക്കുക എന്നേ തോന്നിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്നെ വലിയ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് അഭിനയത്തിന്റെ വാക്കിന്റെ ശരിയുള്ള ഒരു കുഞ്ഞർത്ഥം.
നിങ്ങളെ തോന്നിപ്പിക്കുക. ഉഫ്. അത് കൊണ്ടു തോന്നി. അത്രേ ഉള്ളു കാര്യം. വേദനിപ്പിച്ചു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അത് അനുഭവപ്പെടുത്തുക എന്നുള്ള അതിന് പിന്നെ അത് പലരും പല രീതിയിൽ. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി എരുമേലി വഴി പോകും, പമ്പ വഴി പോകും. ശബരിമലയല്ല അതാണ് അതിന്റെ. നിങ്ങളെ എങ്ങനെ തോന്നി, പ്രേക്ഷകനെ എങ്ങനെ തോന്നിപ്പിക്കാൻ പറ്റും, അതാണ് ആ ക്യാരക്ടറിനായിട്ട് നിങ്ങളെ എങ്ങനെ അനുഭവിപ്പിക്കാൻ പറ്റും. അത്ര അതിന് വേണ്ടിയുള്ള പല രീതിയിൽ. ഇപ്പൊ ഭരത് ഗോപി സാറിനെ കുറിച്ച് പറയാം, അവരൊക്കെ അങ്ങനത്തെ ആക്ടേഴ്സാണ്, ലെജൻഡുകളാണ്, ലെജൻഡുകൾ. പടം ഗംഭീരമാണ്. നന്നായിരിക്കട്ടെ. നവംബർ 14 വേറെ പടങ്ങളുണ്ട്, പടം പോലും കാന്തയൊക്കെ വരികയാണ്. അപ്പൊ അതിന്റെ കൂടെയൊക്കെ ആണെങ്കിൽ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാ പടങ്ങളും ഹിറ്റ് ആവട്ടെ, നിങ്ങളുടെ പടങ്ങളും ഹിറ്റ് ആവട്ടെ, നല്ല അടിപൊളിയാവട്ടെ. ഞാനിന്നാള് ഒരു തമാശ രീതിയിൽ പറയാം, തമാശയായിട്ട് കൂട്ടണ്ട, സിനിമയെ കുറിച്ച് തന്നെ പറഞ്ഞ ഈ ആൽമരമല്ലേ, വലിയ ആൽമരം ഒക്കെ അല്ലേ, അടിപൊളിയല്ലേ, എല്ലാവർക്കും ആല് വലുതാണ്. പക്ഷെ അതിന്റെ അടി തുളസി ചെടികൾ നിൽക്കാറുണ്ട്, അല്ലെ ഗുണമുള്ള ചെറിയ. അപ്പൊ അതിനും ഗുണമുണ്ട്. ഏത് എന്ന് പറഞ്ഞാൽ ഇത് ഈ വലിയ മരം മാത്രം നോക്കാതെ ഇടയ്ക്ക് തുളസിയും താഴ്ന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നിധിയും ഭൂതത്തെ വലിയ സിനിമകൾക്കിടയിലൂടെ നമ്മുടെ നിധിയും ഭൂതത്തെ കൊടുത്ത് കണ്ടു കേട്ട് പോകണം, അല്ലേ? തുളസിയുടെ എല്ലാ ഗുണമുള്ള പോലെ അത്രത്തോളം അല്ലെങ്കിൽ കൂടി ഗുണമുണ്ട്. അത് ഏതാണെന്ന് പറയാനൊക്കില്ല. അപ്പൊ അതുകൊണ്ട് സന്തോഷത്തോടെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സിനിമ ഇരുകൈ നീട്ടി സ്വീകരിക്കുക. നിധിയും ഭൂതവും ആരും വലിയ പേടിപ്പിക്കുന്നുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾ സന്തോഷിപ്പിക്കുക. താങ്ക് യു.